വെൽക്കം ബാക്ക് ടു our ചാനൽ. ഇന്ന് നമുക്ക് കപ്സ ഉണ്ടാക്കിയാലോ? ഇന്നത്തെ റെസിപ്പി നമുക്കൊന്ന് കാണാം കേട്ടോ. കപ്സ റൈസാണേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണേ. അങ്ങനെ ഞാൻ അതിനായിട്ട് 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതെല്ലാം കഴുകി വൃത്തിയാക്കി ഒന്ന് വെച്ചിട്ടുണ്ടേ. ഇനി നമുക്കതിനാവശ്യമായ സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാമേ. 3 സവാള എടുത്തിട്ടുണ്ട്. അത് ഞാനൊന്ന് തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ. അങ്ങനെ നമ്മുടെ സവാളയൊക്കെ കട്ട് ചെയ്ത ശേഷം നമുക്ക് ഈ തക്കാളി ഒന്ന് അരച്ചെടുക്കണേ. 2 തക്കാളി എടുത്തിട്ടുണ്ടേ. ആ തക്കാളി അരച്ചെടുത്ത ശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗ്രാമ്പൂ, പട്ട, ഏലക്ക ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും ഒന്ന് നന്നായിട്ട് വഴറ്റിയ ശേഷം അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാമേ. അതൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ അതൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് 1 സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം നമ്മുടെ ഈ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് വഴറ്റണേ. ആ തക്കാളിയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 3-4 പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുറിക്കാതെ മൊത്തത്തിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഞാൻ ചേർക്കുന്ന മസാല 2 സ്പൂൺ കപ്സ മസാലയും ആവശ്യത്തിന് ഉപ്പും 1 സ്പൂൺ കുരുമുളക് പൊടിയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വേറെ ഒന്നും അതിൽ ചേർത്തിട്ടില്ലേ. അങ്ങനെ അതെന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുന്നുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ആ മസാല നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ പീസസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാമേ. അതിനുശേഷം നമുക്ക് ഇതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാമേ. ഇളക്കി യോജിപ്പിച്ച് എല്ലാ ചിക്കൻ പീസസും അതിൻ്റെ അകത്ത് ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ടേ. ഇനി അതിലേക്ക് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടേ. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചൊന്ന് വേവിക്കാമേ. അത് നന്നായിട്ട് വേകുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇതോടൊപ്പം തന്നെ നമ്മുടെ റൈസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 3 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കഴുകിയ ശേഷം ഒന്ന് സോക്ക് ചെയ്യാൻ അരമണിക്കൂർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ റൈസ് ഒന്ന് തോരാൻ വേണ്ടി സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ചിക്കൻ പീസസ് എല്ലാം ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണമേ. എന്നിട്ട് ഈ സെയിം പാനിൽ തന്നെയാണ് നമ്മൾ റൈസ് വേവിക്കുന്നത്. അപ്പം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതിയേ. എന്നിട്ട് ആ ചിക്കൻ പീസസ് എല്ലാം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഷാലോ ഫ്രൈ ആയി വരുന്നവരെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ ഇപ്പം പാനിനകത്തുള്ള വെള്ളം ഏകദേശം 1.5 ഗ്ലാസ് ഉണ്ട് ഈ വെള്ളമേ. ഇനി ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് 4.5 ഗ്ലാസ് വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണേ. അപ്പം ഞാൻ ആ അരിയിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്കിനി 3 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ടോട്ടൽ നമ്മുടെ 3 ഗ്ലാസ് അരിക്ക് 4.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടൊരു ഉണക്ക നാരങ്ങയും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കനും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. റൈസും റെഡിയായി. അതിനുശേഷം ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് കാഷ്നട്ട് ഞാൻ നെയ്യിൽ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഞാൻ ഈ റൈസിനകത്ത് നെയ്യ് ചേർത്തിട്ടേ ഇല്ല. അപ്പം കുറച്ച് നെയ്യും അതിനകത്തൊന്ന് ചേർത്ത് കൊടുക്കാമേ. അങ്ങനെ നമ്മുടെ കാഷ്നട്ടൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ റൈസിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാമേ. ഞാൻ കുറച്ച് റൈസ് മുകളിൽ നിന്ന് മാറ്റിയിട്ട് ഈ ചിക്കൻ എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ റൈസ് ഇതിൻ്റെ മുകളിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ കാഷ്നട്ടും അതിൻ്റെ മുകളിലേക്കിട്ട് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. ആ നെയ്യും എല്ലാം അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കപ്സ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നേ. ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് അടച്ചു വെച്ചിട്ടൊരു ചെറിയൊരു സ്റ്റീം കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കപ്സ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാലഡും നാരങ്ങ അച്ചാറുമാണ് ഉണ്ടായിരുന്നത്. ഇനി അത് പാത്രത്തിലേക്കൊന്ന് വിളമ്പുന്നുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിരുന്നേ. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു കപ്സ റൈസാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. ഇനി ഞങ്ങളിതൊന്ന് കഴിച്ച് നോക്കട്ടെ. ആദ്യം തന്നെ ആശുവിന് കൊടുക്കട്ടെ.
കണ്ടോ, അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ടേ. സൂപ്പറാണേ.